ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിൽ നിന്നും വനങ്ങളും വനവിഭവങ്ങളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. വനങ്ങളും വനവിഭവങ്ങളും PSC ചോദിച്ചിട്ടുള്ളതായ കുറച്ചധികം ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. വനങ്ങളും വനവിഭവങ്ങളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഉത്തരം KM മുൻഷി. ഉത്തരം KM മുൻഷി. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? KM മുൻഷി. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ്. അടുത്തത്: ഭരത്പൂർ, കിലാലോദിയോ എന്നീ പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഭരത്പൂർ, കിലാലോദിയോ എന്നീ പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം: തട്ടേക്കാട്, മംഗളവനം എന്നീ പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തട്ടേക്കാട്, മംഗളവനം എന്നീ പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം എറണാകുളം. ഉത്തരം എറണാകുളം. അടുത്ത ചോദ്യം: കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം മറയൂർ. ഇടുക്കി ജില്ലയിലെ മറയൂരാണ് കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം: കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയം. ഉത്തരം കോട്ടയം. വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം: 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? ഉത്തരം കരിമ്പുഴ. ഉത്തരം കരിമ്പുഴ. 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത്? കരിമ്പുഴ. അടുത്ത ചോദ്യം: കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം മലപ്പുറം. ഉത്തരം മലപ്പുറം. ഇനി അടുത്തത്: കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ഉത്തരം മംഗളവനം പക്ഷി സങ്കേതം, എറണാകുളം ജില്ലയിലെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം, എറണാകുളം ജില്ല. അടുത്ത ചോദ്യം: ഏതു ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഏതു ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. ഉത്തരം മലപ്പുറം. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അടുത്ത ചോദ്യം: കേരളത്തിൽ കൂടുതലായുള്ള രണ്ടാമത്തെ വനവിഭാഗം ഏത്? കേരളത്തിൽ കൂടുതലായുള്ള രണ്ടാമത്തെ വനവിഭാഗം ഏത്? ഉത്തരം അർദ്ധനിത്യഹരിത വനങ്ങൾ. അർദ്ധനിത്യഹരിത വനങ്ങൾ. കേരളത്തിൽ കൂടുതലായുള്ള രണ്ടാമത്തെ വനവിഭാഗം ഏതാണ്? അർദ്ധനിത്യഹരിത വനങ്ങൾ. അടുത്ത ചോദ്യം: കേരളത്തിലെ കൂടുതലായുള്ള രണ്ടാമത്തെ വനവിഭാഗം ഏതാണെന്ന് പഠിച്ചു. ഏതാണ്? അർദ്ധനിത്യഹരിത വനങ്ങൾ. അർദ്ധനിത്യഹരിത വനങ്ങൾ. കൂടുതലായിട്ടുള്ളത് ഏതായിരുന്നു? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളായിരുന്നു. രണ്ടാമതായി കാണപ്പെടുന്ന വനവിഭാഗമാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ. ഇനി തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ട്.
തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ടേത്? ഉത്തരം മുല്ലപ്പെരിയാർ. ഉത്തരം മുല്ലപ്പെരിയാർ. തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ടേത്? ഉത്തരം മുല്ലപ്പെരിയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം. പാമ്പാടും ചോല ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതമാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്താണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കോട്ടയം. കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കോട്ടയം. അടുത്ത ചോദ്യം, കടുവകളെ സംരക്ഷിക്കുന്ന പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷമേത്? 1993 ഏപ്രിൽ 1. കടുവകളെ സംരക്ഷിക്കുന്ന പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷമേതാണ്? 1993 ഏപ്രിൽ 1. അടുത്ത ചോദ്യം, ആനകളെ സംരക്ഷിക്കുന്ന പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷമെന്ന്? ആനകളെ സംരക്ഷിക്കുന്ന പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷമേതാണ്? 1992. 1992. ആനകളെ സംരക്ഷിക്കുന്ന പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷമേതാണ്? 1992. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏത് നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സംരക്ഷിത പ്രദേശമാണ് മംഗളവനം? കേരളത്തിലെ ഏത് നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സംരക്ഷിത പ്രദേശമാണ് മംഗളവനം? ഉത്തരം കൊച്ചി. ഉത്തരം കൊച്ചി. അടുത്ത ചോദ്യം, കേരളത്തിലെ വനപ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഏത്? ഉത്തരം നീലഗിരി, അഗസ്ത്യമല. അടുത്ത ചോദ്യം, ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 10ാം സ്ഥാനം. ലോക വനവിസ്തൃതിയിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രം ഏത്? ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം കാസിരംഗ നാഷണൽ പാർക്ക്. ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ വനവിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏത്? കേരളത്തിലെ വനവിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏത്? ഉത്തരം റാന്നി, പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ റാന്നി. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, അരിപ്പ പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? അരിപ്പ പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം? തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം? നെയ്യാറ്, പേപ്പാറ. ഇത് രണ്ടുമാണ് തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, അരിപ്പ വനപ്രദേശം ഏതു ജില്ലയിലാണ്? അരിപ്പ വനപ്രദേശം തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പ വനപ്രദേശം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലുള്ള ഏക വന്യജീവി സങ്കേതം. അടുത്തത്, ഒരു മരത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ശെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വനത്തിന്റെ
ഒരു മരത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം തെന്മല, കൊല്ലം ജില്ല. തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഉത്തരം ഹരിയാന. പക്ഷിപ്പാതാളം ഏതു ജില്ലയിലാണ്? പക്ഷിപ്പാതാളം ഏതു ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ദിബ്രു-സൈഖോവ. ആസാം ജില്ലയിലെ ദിബ്രു-സൈഖോവയാണ് ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്. അടുത്ത ചോദ്യം, വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഏറ്റവും കുറവ് വനഭൂമിയാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, മലകളും കുന്നുകളും ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? മലകളും കുന്നുകളും ഇല്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ. ഉത്തരം ആലപ്പുഴ. അടുത്തത്, ഒരു പ്രത്യേക സസ്യത്തിന് മാത്രമായി രാജ്യത്തു നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനം ഏത്? ഒരു പ്രത്യേക സസ്യത്തിന് മാത്രമായി രാജ്യത്തു നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനം ഏത്? ഉത്തരം കുറിഞ്ഞിമല. ഉത്തരം കുറിഞ്ഞിമല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടിയാണ് കേട്ടോ. ഉത്തരം കടലുണ്ടി. അടുത്തത് നോക്കിയേ, വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല. വനവിസ്തൃതി ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയാണ്. അടുത്തത്, കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്ന വർഷം 2006. കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്ന വർഷം 2006. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട്. എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? സലീം അലിയുടെ പേരിലാണ് കേരളത്തിലെ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വരയാടുകളുടെ താവളമായ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. തൃശൂർ ജില്ലയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെ? തൃശൂർ ജില്ലയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ പീച്ചി, വാഴാനി, ചിമ്മിണി. അടുത്തത്, കുമരകം പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. അടുത്തത്, കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1888-ലാണ്. 1888. അടുത്തത്, ചൂലന്നൂർ പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? പാലക്കാട്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര. തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര. അടുത്തത്, സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? പാലക്കാട്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. അടുത്ത ചോദ്യം, സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആര്? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ദേശീയ പക്ഷിയായ മയിലിന്റെ സംരക്ഷണാർത്ഥം 2007 പ്രഖ്യാപിക്കപ്പെട്ട സംരക്ഷണ കേന്ദ്രം. ദേശീയ പക്ഷിയായ മയിലിന്റെ സംരക്ഷണാർത്ഥം 2007 പ്രഖ്യാപിക്കപ്പെട്ട സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം. അടുത്തത്, 2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏതാണ്? ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. 2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. അടുത്ത ചോദ്യം, കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ല. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ആറളം ഫാം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആറളം ഫാം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ ജില്ല. അടുത്ത ചോദ്യം, വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷി സങ്കേതം ഏത്?
ഉത്തരം പക്ഷിപ്പാതാളം. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷി സങ്കേതം ഏതാണ്? പക്ഷിപ്പാതാളം. അടുത്ത ചോദ്യം, മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചിന്നാർ. ഉത്തരം ചിന്നാർ. ഇനി അടുത്ത ചോദ്യം, ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം. ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം മറയൂര്, ഇടുക്കി ജില്ലയിലെ മറയൂര്. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം. ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ പെടുന്ന ഒരേ ഒരു ദ്വീപ്. ഉത്തരം മംഗളവനം. കൊച്ചി നഗരത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്ന സംരക്ഷിത പ്രദേശം ഏതാണ്? ഉത്തരം മംഗളവനം. കൊച്ചി നഗരത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം വന്യജീവി സങ്കേതമാണ്, സംരക്ഷിത പ്രദേശമാണ്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതായിരുന്നു? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറിയാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി ഇപ്പോൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് പെരിയാർ വന്യജീവി സങ്കേതം. ഏത് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണിത്? ഉത്തരം പെരിയാർ തേക്കടി പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. വനങ്ങളും വനവിഭവങ്ങളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഈ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്